മുല്ലപ്പെരിയാറിലെ അധിക ജലം തമിഴ്നാടിന് നൽകണമെന്നാണ് ടി.വി.കെ എം.എൽ.എയും നേതാവുമായ ജഗന്നാഥ് മിശ്ര പറയുന്നത്. കമ്പത്തെ എം.എൽ.എയും കൂടിയാണ് കേട്ടോ ഇദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നും അധിക ജലം തമിഴ്നാടിന് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നത്? 999 വർഷത്തെ കരാറിന്റെ അടിസ്ഥാനത്തിലാണോ? ആ കരാറാണെങ്കിൽ എന്നേക്കുമായിട്ട് റദ്ദാക്കപ്പെട്ട കരാറാണ്. കേരള ജനതയെ മൊത്തം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് അന്നും ഇന്നും. അതിനെല്ലാം താളത്തിനൊത്ത് തുള്ളുകയായിരുന്നു നമ്മുടെ കേരളം ഭരിച്ചിരുന്നവരെല്ലാരും. ഇനി നമുക്ക് 1886 മുതൽ തിരുവിതാംകൂർ രാജാവിന്റെ അടുത്ത് നിന്നും ബ്രിട്ടീഷുകാരുടെ ആ ഒരു കരാറിന്റെ കഥ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് മദ്രാസ് പ്രസിഡൻസിയും തമ്മിൽ 999 വർഷത്തെ ലീസ് കരാറാണ് ഒപ്പുവെച്ചത്. ഇതിന്റെ വ്യവസ്ഥ ഇങ്ങനെയായിരുന്നു: പെരിയാർ നദിയിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചു വരാൻ അനുമതി നൽകിയിട്ടായിരുന്നു ഈ ഒരു കരാർ ഒപ്പുവെച്ചത്. പിന്നീടാണ് 1887 1895 ഇതിന്റെ ഇടയ്ക്കാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതും 1895 പ്രവർത്തനം ആരംഭിച്ചതും. ഇതിനുശേഷം 1979 സുരക്ഷാ ആശങ്കകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർന്നു. കേന്ദ്ര ജല കമ്മീഷൻ അധ്യക്ഷനായിരുന്ന കെ.സി. തോമസിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം ജലനിരപ്പ് 152 അടിയിൽ നിന്നും 136 അടിയാക്കി. എന്നാൽ ഇപ്പോഴത്തെ ജലനിരപ്പ് എത്ര അടിയാണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? 142 അടിയിൽ നിന്നും കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി പോലും ഒരു വിധി വന്നതായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ചതായിരുന്നു, ഡാമിന്റെ ഇപ്പോഴത്തുള്ള അടിയിൽ നിന്നും കൂട്ടിക്കൂടെ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ടി.വി.കെ അധിക ജലം ആവശ്യപ്പെട്ടുകൊണ്ടും മറിച്ച് മറ്റൊരു വാദവും കൂടി ടി.വി.കെ പറയുന്നുണ്ട്. അതായത് ജഗന്നാഥ് മിശ്ര പറയുന്നുണ്ട്, ഡാമിന്റെ നിലവിലുള്ള അടിയിൽ നിന്ന് ഒരടി പോലും കൂട്ടേണ്ട ആവശ്യമില്ല, ഡാം ഇപ്പോൾ സുരക്ഷിതമായിട്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് കെ.സി. തോമസിന്റെ ജല കമ്മീഷന്റെ അധ്യക്ഷതയിൽ നോക്കിയ അല്ലെങ്കിൽ ചർച്ച നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് 152 അടിയിൽ നിന്നും 136 അടിയിലേക്ക് മതി എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നേരത്തെ ഭരിച്ചിരുന്ന സ്റ്റാലിൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ടി.വി.കെ അതേ പാത തുടരുകയാണോ? മാറ്റം വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടില് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയിൽ നാട്ടില് ആര് ഭരിച്ചാലും മുല്ലപ്പെരിയാർ ഒരു പേടി സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. 2011 ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ പൊട്ടും എന്ന് വളരെ അധികം ആശങ്ക ഉയർത്തിയ ഒന്നായിരുന്നു മുല്ലപ്പെരിയാർ. കാരണം മുല്ലപ്പെരിയാർ ഡാമില് ജലനിരപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇടുക്കിയിലേക്ക് അത് ഒഴുക്കി വിടും. ആ ഒഴുക്കി വിടുന്ന അധിക ജലത്തിന്റെ അവകാശമാണ് ഇപ്പോൾ ടി.വി.കെ ചോദിച്ചു വന്നിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നത്. 999 വർഷത്തെ കരാറിന്റെ അടിസ്ഥാനത്തിൽ വെറും 5 രൂപയ്ക്ക് തുടങ്ങിയ കരാറാണ്. ആ 5 രൂപയ്ക്ക് തുടങ്ങിയ കരാർ ഇന്നും റദ്ദാക്കപ്പെട്ടിട്ട് പോലും നിലവിൽ ഒരു കരാറും ഇല്ല. എന്നിട്ടും കൂടി കേരളത്തിൽ നിന്ന് ജലം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ജലം കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇവിടെയുള്ള മന്ത്രിമാർ എന്താണ് ഇതിനെ പ്രതിരോധിക്കാത്തത്? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു വാദം അവർ ഉന്നയിക്കാത്തത്? അങ്ങനെയാണ് 2006 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി തമിഴ്നാട് ജലനിരപ്പ് 142 അടി വരെ ഉയർത്താം എന്ന് വിധി പറഞ്ഞത്. കൂടുതൽ സുരക്ഷാ ജോലികൾ പൂർത്തിയാക്കിയാൽ 152 അടി വരെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടതാണ് എന്ത് സുരക്ഷിതത്വമാണ് അവിടെയുള്ളത്. പലപ്പോഴും ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡാം ആയിട്ടാണ് പറയുന്നത്. ഗ്രാവിറ്റി ഡാം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതേ ഗ്രാവിറ്റി ഡാം പൊട്ടുകയില്ല എന്ന് പറയുമ്പോൾ അതായത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ഒരു വർഷക്കണക്കല്ല, ഒരുപാട് പഴക്കമുള്ള ഡാമുകൾ വരെ പൊട്ടി അതിന്റെ ഒരു വശമൊക്കെ പൊളിഞ്ഞു പോയ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും തല ഉയർത്തി നിൽക്കുകയാണ് ഇപ്പോഴും മുല്ലപ്പെരിയാർ. ഒപ്പം തന്നെ ആശങ്ക ഏറുകയാണ്. മഴ വരുമ്പോൾ മാത്രമാണ് മുല്ലപ്പെരിയാറിനെ എല്ലാവരും അന്വേഷിക്കുക. മുല്ലപ്പെരിയാർ ഒരു പേടി സ്വപ്നമാകുക. പ്രത്യേകിച്ച് മലയാളികളെ മനസ്സിലൊരു പേടി സ്വപ്നം തന്നെയാണ്. 5 ജില്ലകൾ തകർന്നു പോകുന്ന, പൊട്ടിക്കഴിഞ്ഞാൽ 5 ജില്ലകൾ വെറും നാമാവശേഷമാവും. എറണാകുളം ജില്ല ഉൾപ്പെടെ പല ജില്ലകൾ നാമാവശേഷമായി പോകും. കേരളത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല തന്നെ നാമാവശേഷമായി പോകുമെന്ന് എല്ലാ പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. കാരണം കേരളത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പലതും ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. അങ്ങനെ 2006 മാർച്ചില് കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ അമെൻമെന്റ് ആക്ട് 2006 പാസ്സാക്കിയത് ഇങ്ങനെയാണ്: മുല്ലപ്പെരിയാറിന് ഭീഷണി നേരിടുന്ന അണക്കെട്ടായി പ്രഖ്യാപിച്ച ജലനിരപ്പ് 136 അടിയായി പരിമിതപ്പെടുത്തി. 42 അടിയിലേക്ക് ഇപ്പോൾ വന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ, ഒരു ചോദ്യം തന്നെയല്ലേ? അങ്ങനെ 2007 പുതിയ ഡാം നിർദ്ദേശം വച്ചു. അതായത് നിലവിലെ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം നിർമ്മിക്കാനായിട്ട് ഒരു രൂപകൽപ്പന, അതായത് കേരള മന്ത്രിസഭ പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾക്ക് അനുമതി നൽകി. എന്നാൽ തമിഴ്നാട് ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് പുതിയ ഡാമും പണിയാൻ പറ്റില്ല, അവർക്ക് അധികം വെള്ളവും വേണം. കാരണം
അവർക്ക് കേരളത്തിലെ ഭാവി ഒരു കാര്യം നോക്കേണ്ട കാര്യമില്ല. കേരള ജനതയുടെ ഭാവി ഒന്നും നോക്കേണ്ട അവർക്ക് ഒരു കാര്യമില്ല. അവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കഴിഞ്ഞ ഒരു ദിവസം, അതായത് നമ്മളുടെ അഡ്വക്കേറ്റ് റസൽ ജോയി ആയിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. തമിഴ്നാട്ടില് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ആളുകൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു വാഴകൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വാഴകൃഷി നടത്തിയതിൻ്റെ അതിൽ എന്തൊക്കെയോ കാരണം പറഞ്ഞ് അടി ഉണ്ടാക്കി കഴിഞ്ഞ് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ആ വാഴത്തോട്ടത്തിലെ കാര്യങ്ങളെല്ലാം നശിപ്പിച്ച് കളയേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടായത്. കാരണം ഇവര് വന്ന് അടി ഉണ്ടാക്കി പോയി. അപ്പൊ അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത് ആ ഒരു വിഷയം അവിടെ അങ്ങ് വിട്ടേക്ക്, ഒരുപാട് അങ്ങ് പുറകെ പോവണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനെയുള്ള പിന്തിരിപ്പൻ നയങ്ങൾ കാരണമാണോ കേരള മന്ത്രിസഭയ്ക്ക് തക്കതായിട്ടുള്ള ഒരു കാര്യം അവിടെ പോയി അവതരിപ്പിക്കാൻ പറ്റാത്ത? സുരക്ഷ നമുക്ക് ഒട്ടുമില്ലാത്ത ഒരു അവസ്ഥയാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ. എന്തുകൊണ്ട് ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നില്ല? യഥാർത്ഥമായിട്ടൊരു പോയിന്റാണ്. 999 വർഷത്തെ കരാർ റദ്ദാക്കി. ആ റദ്ദാക്കിയ കരാറിന്റെ പുറത്ത് ഇന്ന് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികമായിട്ടുള്ള ജലം അറബിക്കടലിൽ ഒഴുക്കി കളയുന്നതിന് പകരം അവർക്ക് കൂടുതൽ കൊടുക്കും. ഇപ്പൊ കൂടുതൽ ആവശ്യപ്പെടുന്നു. എന്നാൽ പുതിയൊരു ഡാം അവർക്ക് പണിയാൻ പാടില്ല, നിലവിൽ അത് അടി കൂട്ടാനും പാടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇതൊക്കെ തന്നെയല്ലേ സ്റ്റാലിനും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോ പറഞ്ഞ ജഗന്നാഥ് മിശ്രയാണ് കേട്ടോ. അതായത് ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജോസഫ് വിജയ്. അദ്ദേഹം എന്താണ് പറയുന്നതെന്നാണ് നമുക്ക് അവസാനത്തെ വാക്ക്. അദ്ദേഹം ഇതിന്റെ കൂടെ തന്നെ നിൽക്കുമോ, അതോ ഇതിപ്പോൾ ജഗന്നാഥ് മിശ്രയുടെ മാത്രമുള്ള സംഭാഷണമാണോ, അതോ ഇതിപ്പോൾ TVKയുടെ മൊത്തം ഇത് തന്നെയാണോ അവരുടെ അവകാശം എന്നാണ് നമുക്ക് അറിയേണ്ട ഒരു പോയിന്റ്. അങ്ങനെ 2010 എംപവേർഡ് കമ്മിറ്റി, സുപ്രീം കോടതി നിയോഗിച്ച സമിതി, മുൻ ചീഫ് ജസ്റ്റിസ് ആനന്ദ് അധ്യക്ഷനായ 5 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ഇതാണ് എംപവേർഡ് കമ്മിറ്റി. കേരളവും തമിഴ്നാടും ഓരോ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തു. ഡാമിന്റെ സുരക്ഷയും ജലനിരപ്പും പഠിക്കാൻ ചുമതല നൽകുകയും ചെയ്തു. 2012 കമ്മിറ്റി റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. ഡാം ഘടനാപരമായും ജലശാസ്ത്രപരമായും സുരക്ഷിതമാണ് എന്ന റിപ്പോർട്ട്. 142 അടി വരെ ജലനിരപ്പ് ഉയർത്താമെന്ന് ശുപാർശ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ 136 അടിയിൽ നിന്ന് 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തിയത്. ഇനി 2011 ഭൂചലനങ്ങളും പ്രതിഷേധങ്ങളും, ഇവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കേട്ടോ. അതായത് ഇടുക്കി മേഖലയിലെ ചെറിയ ഭൂചലനങ്ങൾ കാരണം കേരളത്തിൽ വലിയ ആശങ്കയുണ്ടായി. കേരളം കേന്ദ്ര സർക്കാരിനോട് ഇടപെടൽ ആവശ്യപ്പെട്ടു. പുതിയ ഡാമിനായുള്ള ആവശ്യം ശക്തമാവുകയും ചെയ്തു. അന്ന് കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. 2014 സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇപ്രകാരമാണ്. മെയ് 7, 2014 കേരളത്തിന്റെ 2006 നിയമം സുപ്രീം കോടതി റദ്ദാക്കി. അതായത് തമിഴ്നാടിന് ജലനിരപ്പ് 142 അടി വരെ ഉയർത്താം എന്ന് വീണ്ടും വ്യക്തമാക്കി. ഡാമിന്റെ സുരക്ഷ നിരീക്ഷിക്കാൻ 3 അംഗ കമ്മിറ്റിയെ പിന്നെ രൂപീകരിക്കുകയും ചെയ്തു. 136 അടി ഉണ്ടായിരുന്നു. അതായത് കേരള ജല കമ്മീഷന്റെ അധ്യക്ഷനായ KC തോമസിന്റെ നേതൃത്വത്തിൽ വരുന്ന ചർച്ചയിലാണ് 136 അടി വരെ മതി. കാരണം അതാണ് സുരക്ഷിതത്വത്തിന്റെ മെയിൻ കോൾ എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു വിധിയാണ് റദ്ദാക്കിക്കൊണ്ട് 2014 മെയ് 7 മറ്റൊരു വിധി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതും തമിഴ്നാട് സർക്കാരിന് അനുകൂലമായിട്ട് ഒരു വിധിയാണ് പ്രഖ്യാപിച്ചത്. 142 അടി വരെ ജലനിരപ്പ് നിലനിർത്താം, ഒരു കുഴപ്പവുമില്ല, സുരക്ഷിതത്വമായിട്ട് തന്നെ നിന്നോളുമെന്നാണ് പറഞ്ഞത്. ഇത് 2021-22 വീണ്ടും സുപ്രീം കോടതി ഇടപെട്ടു. 2021 ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നു. കേരളം 136 അടി വേണമെന്ന് ആവശ്യപ്പെട്ടു. തമിഴ്നാട് 142 അടിയിൽ നിന്ന് ഞങ്ങൾ ഒരടി കുറയ്ക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് 2022 സുപ്രീം കോടതി കമ്മിറ്റിയെ പുനഃസംഘടിപ്പിച്ചു. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമാന അധികാരങ്ങൾ നൽകിയത്. ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മഴ വരുമ്പോൾ മാത്രമാണ് മുല്ലപ്പെരിയാറിനെ എല്ലാവരും ഓർക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിവാദം വന്നതിന്റെ കാരണം തന്നെ ജഗന്നാഥ് മിശ്ര നമ്മുടെ ഇടുക്കിയിലെ നെടുങ്കണ്ടത്ത് സന്ദർശിക്കുകയും ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് ചെയ്തത്. അതായത് മുല്ലപ്പെരിയാറിന്റെ കാര്യമാണോ, മുല്ലപ്പെരിയാറിന്റെ ഒന്നും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം 142 അടി ഉണ്ടല്ലോ, അത് സുരക്ഷിതത്വമാണ്. ഇനി ഡാം ഒന്നും പുതുക്കി പണിയോ വേറെ കാര്യങ്ങളൊന്നും അറ്റകുറ്റപ്പണികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി സുരക്ഷിതത്വമായിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണം കേട്ടോ. കാരണം ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതായത് അധിക ജലം നമ്മൾ അറബിക്കടലിൽ ഒഴുക്കി കളയുന്നതിന് പകരം ആ ജലം കൂടി ഞങ്ങൾക്ക് വേണം. എന്താണ് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം. ബാക്കി കേരളത്തിലെ ഇത്രയും 5 ജില്ലകളിലെ ജനങ്ങളുടെ കാര്യങ്ങളും സുരക്ഷിതത്വം ഒന്നും അവർക്ക് നോക്കേണ്ട കാര്യം പോലുമില്ല. എന്തൊരു വിരോധാഭാസമാണ് ഈ പറയുന്നത്. അതായത് നമുക്കൊരു കാര്യം മാത്രമാണ് അറിയാനുള്ളത്. ഇത് TVKയുടെ മൊത്തം തീരുമാനം ഇതാണ്. അത് ജോസഫ് വിജയ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന തമിഴ്നാടിന്റെ മൊത്തം വാദം ഇതാണോ, അതോ ആ ഒരു പാർട്ടിയിലെ ജഗന്നാഥ് മിശ്ര, കമ്പം MLA ജഗന്നാഥ് മിശ്രയുടെ മാത്രം അവകാശവാദമാണോ ഇതെന്നാണ് നമുക്കറിയേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം ഇത് രൂക്ഷമായിട്ട് ഇതിനെതിരെ വിമർശനവും കടുത്ത നടപടിയും സ്വീകരിക്കേണ്ടതാണ്. കാരണം 999 വർഷത്തെ പഴയ ഒരു കരാർ നമ്മളെ പറഞ്ഞ് വഞ്ചിക്കുന്ന തുല്യമായിട്ട് ഇന്നും അവർ കൊണ്ടു നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി നമ്മൾ അധിക ജലം അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്.